ഹായ് സുഹൃത്തുക്കളെ, എല്ലാവരെയും എസ് പി എസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോസ് കാറുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കാറിൻ്റെ നമ്മൾ രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മഴയുള്ള സമയത്ത് ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് അടിച്ച് നമുക്കൊന്നും കാണാതെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ കുറേ ആൾക്കാരെ കാണിച്ചു, പല കാര്യങ്ങളും ചെയ്തു, ഓൺലൈനിൽ നിന്ന് പല പ്രൊഡക്റ്റും സാധനം വാങ്ങിച്ച് ചെയ്തു. പക്ഷെ ഒന്നിനും ഒരു 100% ഗുണം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഒരാൾ റെക്കമെൻഡ് ചെയ്ത് ഒരു സാധനം റെക്കമെൻഡ് ചെയ്തു. ആ സാധനം ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചു. 100% പിന്നെ കറക്റ്റാണ്. എൻ്റെ ആ കാഴ്ച മങ്ങുന്ന, അതായത് ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ ബോർവെല്ല് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിലുണ്ടാകുന്ന ഒരു വാട്ടർ സ്പോട്ടാണ് ഇതിന് കാരണം. അപ്പോൾ ഈ വാട്ടർ സ്പോട്ട് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം, എങ്ങനെ അത് കളയാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വാ. സുഹൃത്തുക്കളെ, ഇത് കാണുന്നില്ലേ? ഇതാണ് ഗ്ലാസ്സിൽ ഉണ്ടാകുന്ന വാട്ടർ സ്പോട്ട്. മുന്നിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ആരെയും കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് മഴക്കാലത്ത് രാത്രിയിൽ. ഇതാണ് അവസ്ഥ. നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യാം. നല്ല രീതിയിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യണം. മണ്ണോ പൊടിയോ ഒന്നും ഉണ്ടെങ്കിൽ ഗ്ലാസ്സിന് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഗ്ലാസ് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നല്ല മണമാണ് കേട്ടോ. ഗ്ലാസ് പോളിഷ് അല്പം എടുക്കുക. ഇതുപോലത്തെ ഗ്ലാസ്
ഫുള്ള് അപ്ലൈ ചെയ്യുക. കുറച്ചേ വേണ്ടുള്ളൂ. ഇത് 1 കിലോ വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് വാഹനങ്ങൾക്ക് യൂസ് ചെയ്യാം. ശേഷം നമ്മൾ ഈ മൈക്രോ ഫൈബർ ഉപയോഗിച്ച് ഇത് രീതിയിൽ റബ്ബ് ചെയ്യുക. ഞാൻ ഈ ഗ്ലാസ് പോളിഷ് പർച്ചേസ് ചെയ്തത് ആമസോണിലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. സുഹൃത്തുക്കളെ, ഇപ്പം ഗ്ലാസ് നല്ല രീതിയിൽ ഉരച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഗ്ലാസ് പോളിഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. രാത്രി നല്ല രീതിയിൽ ഫ്രണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ ടോർച്ച് അടിച്ചാലും ലൈറ്റ് അടിച്ചാലും എതിരെ വാഹനങ്ങൾ വന്നാലും കുഴപ്പമില്ല, നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.